ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ADGPമാർ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ഹൈക്കോടതിയിൽ ഉപഹർജി. പി വിജയൻ, എസ് ശ്രീജിത്ത് എന്നിവർക്കെതിരെ MR അജയൻ എന്നയാളാണ് ഹർജി നൽകിയത്. ഇരുവർക്കും സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നും ആരോപണം. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുജ്തബ, ഈ ഉപഹർജി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്? ആർക്കൊക്കെ എതിരെയാണ് ഇങ്ങനെ ഒരു ഹർജി നൽകിയിരിക്കുന്നത്? അമൃത, ഈ ഹർജി എന്ന് പറയുന്നത് നേരത്തെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ്. ആ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ കക്ഷി ചേരാൻ എറണാകുളം സ്വദേശി മാധ്യമപ്രവർത്തകനുമായ MR അജയൻ നൽകിയിരിക്കുന്ന ഉപഹർജിയാണ്. IA പെറ്റീഷനാണ് ഇതിനകത്തുള്ളത്. ആ പെറ്റീഷനിലാണ് ഇത്തരത്തിലുള്ള ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ നിയോഗിച്ച SITയുടെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി, തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അതിനകത്ത് ഇടപെടൽ നടത്തുന്നുണ്ട് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിൽ രണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നുണ്ട്. IPS ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത്, P വിജയൻ. ഈ രണ്ട് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചുമതലകൾ ഉണ്ടായിരുന്നു. വിജയനെ സംബന്ധിച്ച് പുണ്യം പൂങ്കാവനം പദ്ധതി കൃത്യമായി അവിടെ നടപ്പിലാക്കുകയും പ്രത്യേകിച്ച് ശബരിമലയുടെ പവിത്രത, അവിടുത്തെ ശുചിത്വം ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നടപ്പിലാക്കിയ പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയുടെ പേരിൽ പണം പിരിച്ച, അതിനുമായി ബന്ധപ്പെട്ട് മാൽ പ്രാക്ടീസ് നടത്തിയ ഉദ്യോഗസ്ഥനാണ് P വിജയൻ എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ പുണ്യം പൂങ്കാവനം പദ്ധതി ഹൈക്കോടതി സ്റ്റേ ചെയ്ത കാര്യവും ഇതിനകത്ത് പ്രത്യേകമായി തന്നെ ഈ ഉപഹർജിയിൽ പറയുന്നുണ്ട്. രണ്ടാമത് ശ്രീജിത്ത് IPSന്റെ കാര്യമാണ്. അദ്ദേഹത്തിന് ശബരിമലയിലെ ലോ ആൻഡ് ഓർഡർ ചുമതലയുണ്ടായിരുന്ന സമയത്ത് അവിടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി, നേരത്തെ ഉണ്ടായിരുന്ന തന്ത്രി രാജീവ്, അതോടൊപ്പം തന്നെ ഈ സുനിൽ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഒരു ദർശന മാഫിയ, പ്രധാനപ്പെട്ട VIP-കൾ വരുമ്പോൾ അവരെ സ്വാധീനം ഉപയോഗിച്ച് ക്യൂ പാലിക്കാതെ ദർശനം നൽകുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി. അങ്ങനെ വിവിധ ആരോപണങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഈ SIT അന്വേഷണത്തെ കൃത്യമായി തന്നെ അട്ടിമറിക്കാനും അതിനെ പക്ഷപാതപരമായി കൊണ്ടുപോകാനും ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തൃശൂർ IG ആയിട്ടുള്ള ഹരിശങ്കർ IPSന്റെ പേര് പറയുന്നുണ്ട്. ഹരിശങ്കറിന്റെ പിതാവ് ശങ്കർദാസ്, അദ്ദേഹം ഈ ബോർഡ് മെമ്പർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡ് മെമ്പർ ആയിരിക്കുന്ന സമയത്താണ് ഈ മഹസർ തയ്യാറാക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറാൻ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് വരികയും ചെയ്യുന്നത്. അതിനകത്ത് ഒപ്പിട്ട ശങ്കർദാസ് ഇതിനകത്ത് ഹൈക്കോടതിയുടെ ചില ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ചില സ്വാധീനങ്ങളും നടക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് ഈ പെറ്റീഷനിലുള്ളത്. അത് ഹൈക്കോടതിയെ പരിഗണിക്കുമ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് അതിന്റെ മെറിറ്റിലേക്ക് പോകുക എന്നതുൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പ്രത്യേകമായി രൂപീകരിച്ച ഒരു അന്വേഷണ സംഘം ആണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിന് കൃത്യമായി തന്നെ ഒരു ADGPയുടെ മേൽനോട്ട ചുമതലയുണ്ട് എന്നതിനപ്പുറത്ത് സംസ്ഥാന പോലീസ് മേധാവിയെ കക്ഷി ചേർത്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്കിന് ഹൈക്കോടതി അനുമതിയില്ല. പ്രത്യേകിച്ച് ഈ കേസ് ഇത്തരത്തിൽ അട്ടിമറി ശ്രമങ്ങൾ നടന്നു എന്ന് പറയുമ്പോഴും മുജ്തബ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി തന്നെ നേരിട്ട് നിയമിച്ചൊരു സംഘമാണ്. അപ്പോൾ ശ്രമിച്ചാൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു അന്വേഷണമാണോ അവിടെ നടക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ടല്ലോ. അവർ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ അന്വേഷണത്തിന്റെ ഗതി എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. അത് ഈ പുറമെ പല ചർച്ചകളും നടക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി കോൺഗ്രസ് തന്നെ SITയിൽ വിശ്വാസമില്ലാതെ വേറെ ഏജൻസികളാണ് അന്വേഷിക്കേണ്ടതെന്ന് കോൺഗ്രസ് ഒരു വശത്ത് പറയുന്നുണ്ട്. മറ്റൊരു വശത്താണ് ഈ സമാനമായ ഒരു ആരോപണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ CBI അന്വേഷണം തന്നെ വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. രണ്ടും ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ബെഞ്ചുകളുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇതിപ്പോൾ അവധിക്കാല ബെഞ്ചിന്റെ മുമ്പിലാണ് ഇതിപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. അതിലാണ് MR അജയകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഒരു IA നൽകിയിരിക്കുന്നത്, ഒരു ഉപഹർജി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മെറിറ്റ് പരിശോധിക്കേണ്ടത് മാത്രമല്ല, നേരത്തെ തന്നെ ED ഒരു അപേക്ഷ നൽകിയിരുന്നു. ED അപേക്ഷ നൽകിയത് കൊല്ലം ജില്ലാ കോടതിയിലാണ്. അവിടെ സെഷൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, കള്ളപ്പണ ഇടപാടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിരുന്നു EDയുടെ അപേക്ഷ. അത് തള്ളിയ സാഹചര്യത്തിൽ ED ഹൈക്കോടതിയെ സമീപിച്ചു. സ്വാഭാവികമായും ഇത് പുനഃപരിശോധിക്കണം, ഒരു ഫ്രഷായി ഇത് കേൾക്കണമെന്ന് പറഞ്ഞ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് അത് പോവുകയും കൊല്ലം വിജിലൻസ് കോടതി ഈ EDക്ക് അതിന്റെ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു. സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പും അതിനെ വളരെ SIT ഉൾപ്പെടെ ശക്തിയുക്തം എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും വിജിലൻസ് കോടതിക്ക് ആ നിലപാടെടുക്കാൻ, പ്രത്യേകിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചൊരു സാഹചര്യത്തിൽ കഴിഞ്ഞില്ല. പക്ഷേ ഈ പെറ്റീഷൻ ഇപ്പോൾ തീരുമാനമാകാതെ ഹൈക്കോടതിയുടെ വിശദമായ വാദം കേൾക്കാൻ ഇരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ആ പെറ്റീഷനിൽ തന്നെ കക്ഷി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്.
പക്ഷെ മുസ്തഫ, പക്ഷപാതപരമായി ഒരു കാര്യം ഏതെങ്കിലും കൂടി തരത്തിൽ ചോദിക്കട്ടെ. ഇതിപ്പോൾ ഈ അന്വേഷണം തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെയുണ്ട്, ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ SIT ആണെങ്കിലും കോടതി പറഞ്ഞതുപോലെ പ്രാഥമിക ഒരു റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങൾ നമുക്ക് പരോക്ഷമായി കാണുന്നുണ്ടോ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിന്റെ വളരെ വിശദമായ മെറിറ്റിലേക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഇന്ററിം റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT തന്നെ നേരിട്ട് ഹാജരായി ശശിധരൻ ഉൾപ്പെടെയുള്ള ADGP ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ ഹാജരായി നൽകുന്നുണ്ട്. നേരത്തെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തി കോടതി തന്നെ പറഞ്ഞത് സാറ്റിസ്ഫാക്ടറി എന്നാണ്. അതിനുശേഷമാണ് കുറെ കൂടി പേരിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള SITയുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് കുറെ കൂടി സമയം അധികമായി നീട്ടി നൽകുകയും ചെയ്തൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസമാണ് ഈ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നൽകുന്നത്. ആ ജാമ്യാപേക്ഷയിൽ വളരെ ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഗോവർദ്ധൻ ഈ നേരത്തെയുള്ള ശബരിമല സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് തികയാതെ വന്ന സ്വർണത്തിലേക്ക് സ്പോൺസർ നൽകിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗോവർദ്ധൻ തന്നെ സ്വന്തം പണം ഉപയോഗിച്ചുള്ള ഗോൾഡ് സ്പോൺസർ ചെയ്ത ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹം പിന്നീട് ഇതിൽ നിന്ന് ബാക്കി വന്ന ഈ ആ സ്വർണം അദ്ദേഹം പണം കൊടുത്തു വാങ്ങിയതിന്റെ DD ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത് SIT തങ്ങളുടെ ഷോപ്പിൽ വന്ന് അനധികൃതമായി തത്തുല്യമായ, ആ വാക്ക് വളരെ പ്രത്യേകമായി ഊന്നി പറയേണ്ടതാണ്, അത് യഥാർത്ഥ സ്വർണമാണോ എന്നൊരു കാര്യം പരിശോധിക്കപ്പെടണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തത്തുല്യമായ അളവിലുള്ള കൃത്യമായി ഇത്ര ഗ്രാം സ്വർണം, 474 ഗ്രാം സ്വർണം എന്ന് പറയുമ്പോൾ തത്തുല്യമായ സ്വർണം അവിടെ നിന്ന് നിർബന്ധിപ്പിച്ച് സമ്മർദ്ദപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി എന്നാണ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിലുള്ളത്. നിലവിൽ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടിയിലേക്ക് SIT പോയിട്ടുണ്ട്. അപ്പോഴാണ് ഗോവർദ്ധൻ തന്നെ ഹൈക്കോടതിയിൽ വരുന്നത്. എന്നെ ഭീഷണിപ്പെടുത്തിയാണ് SIT ഈ സ്വർണം കൈക്കലാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ സ്വർണം വാങ്ങിച്ചതിന് പകരമായി ചില തുക ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ പറയുന്നത്. അതിന്റെ മെറിറ്റിലേക്ക് കോടതി പോയിട്ടില്ല, അത് പെൻഡിംഗ് ആണ്. ഏതെങ്കിലും സമയത്ത് മിക്കവാറും ഇൻസ്ട്രക്ഷൻ പോയി 30-ാം തീയതി അല്ലെങ്കിൽ ജനുവരി 1-നൊക്കെ അധികാലത്തിന് ശേഷമായിരിക്കും ആ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ. അത് പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില വസ്തുക്കളുണ്ട്. യഥാർത്ഥത്തിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണോ, യഥാർത്ഥത്തിലുള്ള പ്രതികളിലേക്ക് തന്നെയാണോ ഈ അന്വേഷണം പോകുന്നത്? പ്രത്യേകിച്ച് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണം നടത്തി. ഹരിശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളാണ്. അത്തരത്തിലുള്ള ചില ആളുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല? അവരും കൂടി മഹസറിൽ ഒപ്പിട്ട ആളുകളല്ലേ എന്ന് ജയശ്രീയുടെ ബെയിൽ പെറ്റീഷൻ, വാസുവിന്റെ ബെയിൽ പെറ്റീഷൻ ഉൾപ്പെടെയുള്ളത് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തന്നെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിന് SIT ഏതെങ്കിലും തരത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. അവിടേക്ക് അന്വേഷണം പോകുന്നു, അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്ന തരത്തിലാണ് SIT ആ തരത്തിൽ അവിടെ അന്വേഷണ സംഘത്തിൽ ഹൈക്കോടതിക്ക് മുമ്പിൽ ഒരു നിലപാട് അറിയിച്ചത്. അത്തരം കാര്യങ്ങൾ കൂടി പെറ്റീഷനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തിന്റെ ഗതി മാറുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ കേസിന്റെ അന്വേഷണം തന്നെ SITയെ ഏൽപ്പിച്ചത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ചാണ് ഈ SITക്ക് അന്വേഷണം കൈമാറിയിരിക്കുന്നത്. അവർ കൃത്യമായി 2 ആഴ്ചക്കിടയിൽ ഈ അന്വേഷണത്തെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അന്വേഷണ പുരോഗതി കൃത്യമായി തന്നെ ശരിയായ ദിശയിലാണോ എന്ന കാര്യം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു ഇടക്കാല റിപ്പോർട്ട് കൂടി വരുമ്പോൾ കോടതി എന്ത് പറയും എന്നത് അമൃത ചോദിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് കാത്തിരുന്ന് കാണേണ്ടി വരും.